നേരെ വിശകലനത്തിലേക്ക് പോവുകയാണ്. വിശകലനവും ഒപ്പം പ്രതീക്ഷകളും രണ്ടും പറയാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖറും ബിനിൽ ലീലാസാബുവും എനിക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് ഹൈ5-ൽ. ആദ്യം ചന്തുവിലേക്ക് പോകാം. പ്രതീക്ഷകളിൽ നിന്നും തുടങ്ങാമല്ലേ? ചന്തു, ഗുഡ് ഈവനിങ്. ഈ വലിയ പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട് VD സർക്കാരിന്റെ ആദ്യ ബജറ്റിന്മേൽ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് സർക്കാരിന്റെ സാമ്പത്തിക ആരോഗ്യം മോശമാണെന്ന് പ്രതിപക്ഷത്തിരുന്ന് വിമർശനം ഉന്നയിച്ചവരാണ് ഭരണത്തിൽ. മുൻപത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താകും ബജറ്റിൽ ഉള്ളത് എന്നറിയാനുള്ള കൗതുകം എല്ലാവരെ പോലെ തന്നെ എനിക്കും കൂടുതലാണ്. നാളെ ഇപ്പം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാം കലങ്ങി തെളിഞ്ഞ് ഒരു വിലയിരുത്തൽ മൂഡിലേക്കൊക്കെ എത്തിക്കഴിയും ബജറ്റ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അത് ഇനി ഏതു നിലയിൽ തുടരും എന്ന കാര്യവും അറിയണം. അപ്പോൾ എങ്ങനെയാണ് ചന്തു അവസാന മണിക്കൂറുകളിലെ പ്രതീക്ഷകളൊക്കെ? അതിനൊപ്പമാണ് കിഫ്ബിയിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ചന്തു? സേതുലക്ഷ്മി, കഴിഞ്ഞ 10 വർഷക്കാലത്തെ സാമ്പത്തിക അവസ്ഥ നോക്കുകയാണെങ്കിൽ സംസ്ഥാനം വളരെ മോശപ്പെട്ട സ്ഥിതിയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി ധവളപത്രമടക്കം ഈ സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ധവളപത്രം ഇറക്കിയ സാഹചര്യമുണ്ട്. മോശപ്പെട്ട സാമ്പത്തിക അവസ്ഥയാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ബഡ്ജറ്റായിരിക്കും സ്വാഭാവികമായും VD സതീശൻ സർക്കാർ അവതരിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ സാമ്പത്തിക അവസ്ഥ മോശപ്പെട്ട നിലയിൽ നിന്നുകൊണ്ടുള്ള വികസന പദ്ധതികൾ എന്തൊക്കെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയുമെന്നതിലായിരിക്കും ഈ ബഡ്ജറ്റ് ഊന്നൽ നൽകുക എന്നത് ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾക്കാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥയെ തന്നെ ഭേദപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വികസനത്തിന് ആക്കം കൂട്ടാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഈ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പ്രധാനമായും റോഡ്, റെയിൽ, ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്കായിരിക്കും അതിൽ മുൻതൂക്കം നൽകുക. അതുവഴി ഒരു തുറമുഖ ഹബ്ബാക്കി സംസ്ഥാനത്തെ മാറ്റുക. ഈ വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധമായി തന്നെ സംസ്ഥാനത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അത്തരത്തിൽ സാധ്യതയുള്ള ഇടങ്ങളിൽ ഒക്കെ ഈ സാധ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്യുക എന്ന ഒരു നീക്കം കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വഭാവം കൂടി ഈ ബഡ്ജറ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഈ കിഫ്ബി പദ്ധതികൾ വഴിയാണ്. അത്തരം കിഫ്ബി വഴി നടപ്പാക്കി വന്ന പദ്ധതികളോട് പ്രതിപക്ഷത്തിന് നേരത്തെ തന്നെ വിയോജിപ്പുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഭരണത്തിനുള്ള UDFന് നേരത്തെ തന്നെ വിയോജിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ ഒരു പൊളിച്ചെഴുത്ത് സ്വാഭാവികമായും ഉണ്ടാകും. കിഫ്ബി ഏത് തരത്തിലായിരിക്കും അതിൻ്റെ പ്രവർത്തനം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ബഡ്ജറ്റിൽ നിന്ന് കിഫ്ബിക്ക് തുക അനുവദിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും സ്വാഭാവികമായും ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ ഒരു നീക്കം ഉണ്ടാകുക അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതിയായിരിക്കും വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ വലിയ തരത്തിൽ വിമർശിക്കുന്ന ഒരു സമീപനമായിരുന്നു പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF സർക്കാരും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനും സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കിഫ്ബിയിലെ പൊളിച്ചെഴുത്ത് നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളുമായി, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ DA കുടിശ്ശിക, ഈ പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന കാര്യം, ബഡ്ജറ്റിൽ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്ധന സെസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്ധന സെസ്സിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ അത് എടുത്തു കളയാനുള്ള തീരുമാനമൊക്കെ ഉണ്ടാകുമെന്ന തരത്തിലൊരു കാര്യം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പരമാവധി നികുതി പിരിച്ചുകൊണ്ട് മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത് ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ഏത് തരത്തിൽ ഈ നികുതിയിൽ നിന്നും വരുമാനം കണ്ടെത്താൻ കഴിയുമെന്നത് സാമ്പത്തിക ആരോഗ്യകാര്യം ഒന്ന് ബിനിലിനോട് കൂടി ഒന്ന് ചോദിച്ചേക്കാം. ബിനിൽ, ഗുഡ് ഈവനിങ്. ഇപ്പം ചന്തു പറഞ്ഞതിന്റെ തുടർച്ചയായി തന്നെ ഞാൻ ചോദിക്കുകയാണ്. കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം മോശമാണ് എന്ന് പറഞ്ഞ് ധവളപത്രം പുറത്തിറക്കിയ സർക്കാരിന്റെ ആദ്യ ബജറ്റ് കൂടിയാണല്ലോ നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം
കഴിഞ്ഞ ജനുവരി 29-ന് അന്നത്തെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ആകെ വരുമാനമായിട്ട് പ്രതീക്ഷിച്ചിരുന്നത് 1,84,00,000 രൂപയാണ്. ഇതിൽ ചെലവ് 2,39,00,000 കോടിയും വരവും ചെലവും തമ്മിൽ 55,419 കോടിയുടെ വ്യത്യാസവും ഉള്ളതുകൊണ്ട് അത്രയും തുക റിസർവ് ബാങ്ക് വഴി പൊതുവിപണിയിൽ നിന്നും കടമെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലായിരുന്നു. ഇപ്പൊ ശമ്പളം, പെൻഷൻ, പലിശ, മറ്റ് ഭരണ ചെലവ് ഇതൊക്കെ ബജറ്റിൽ ലക്ഷ്യമിട്ടതുപോലെ നടക്കും. പക്ഷേ വരുമാനം അങ്ങനെ ആയിരുന്നില്ല. റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള 14,317 കോടി രൂപ കിട്ടില്ലെന്ന കാര്യം നിലവിൽ ഉറപ്പാണ്. കേന്ദ്ര നികുതി വിഹിതത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 5,000 കോടി കുറയപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫലത്തിൽ KN ബാലഗോപാലിന്റെ ബജറ്റ് മുഖ്യമന്ത്രിയും ധനമന്ത്രി കൂടിയായ VD സതീശന്റെ കയ്യിൽ കിട്ടുമ്പോൾ വരുമാനത്തിൽ ആകെ കുറയുന്നത് 20,000 കോടി രൂപയാണ്. അപ്പോൾ നാളെ ഈ നികുതി ഇനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ത് പ്രതീക്ഷിക്കണം ബിനിൽ? സേതു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്, അത് കേന്ദ്ര ബജറ്റിന് മുന്നോടിയാണ്. സംസ്ഥാനം പ്രതീക്ഷിച്ച തുകയൊന്നും ലഭിച്ചില്ല. നേരത്തെ സേതു പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അത് സർക്കാർ നൽകിയില്ല. അതിൽ വലിയ നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടാവുകയും ചെയ്തതാണ്. ആ റവന്യൂ ഡെഫിസിറ്റ് കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് ഏകദേശം 4.5 ലക്ഷം കോടി രൂപയാണ് ആ റവന്യൂ ഡെഫിസിറ്റ് ഇനത്തിൽ നമുക്ക് ലഭ്യമാകാനുള്ളത്. അത് ലഭിക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. പക്ഷേ അത് നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. ആ ഗ്രാന്റ് നിർത്തലാക്കിയ കാര്യമൊക്കെ ചർച്ചയിൽ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണമായും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ബജറ്റ് ഇപ്പോൾ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഇടത് സർക്കാർ അത് ബജറ്റ് പാസ്സാക്കിയതാണ്. ധനവിനിയോഗ ബില്ലും പാസ്സാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭേദഗതി ബജറ്റാണ്. അതിൽ കാര്യമായ മാറ്റങ്ങൾ, അതായത് നിലവിലുള്ള എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. നിലവിൽ ഈ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സേതു പറഞ്ഞ 20,000 കോടിയുടെ കുറവ് അവിടെയുണ്ട്. അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? നേരത്തെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഇത്തരത്തിൽ മുന്നേ തന്നെ അത് വ്യക്തമാക്കിയതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നികുതി കുടിശ്ശിക സംസ്ഥാനത്തിന് 25,000 കോടിയിലധികം രൂപയുടെ നികുതി കുടിശ്ശിക സംസ്ഥാനത്തിനുണ്ട്. ഇത് പിരിച്ചെടുക്കാൻ വേണ്ട ആർജവം അന്നത്തെ സർക്കാർ കാണിച്ചില്ല, LDF സർക്കാർ കാണിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണത്തിന്റെ GST അത് ഏകദേശം 600 കോടി രൂപയാണ്. പക്ഷേ അതിന്റെ ടേൺ ഓവർ പരിശോധിച്ചാൽ 15,000 കോടിയോളം തന്നെ ആ GST ഇനത്തിൽ ലഭ്യമാകും എന്നാണ് VD സതീശൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം പിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നീട് ഈ GST വിഹിതമാണ്. GST വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കുന്നത് നിലവിൽ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു 2,000 കോടി രൂപ GST വിഹിതം കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഏകദേശം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 10,000 കോടിയിലധികം ലഭ്യമാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയും ഒരു 25,000 കോടി രൂപയുടെ GST വിഹിതം വാങ്ങിച്ചെടുക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞില്ല, ആർജവും ഉണ്ടായില്ല എന്നൊരു വിമർശനം VD സതീശൻ ഉന്നയിച്ചതാണ്. ആ ഒരു വരുമാനവും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഉറ്റുനോക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ സർക്കാർ ചെയ്ത ഒരു കാര്യം, വരുമാനം വർദ്ധിപ്പിക്കാൻ പദ്ധതി വിഹിതത്തിലെ വെട്ടിച്ചുരുക്കലാണ്. SSC അടക്കമുള്ള വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പദ്ധതികളുണ്ട്. അതിൽ 100% ചിലപ്പോൾ 50% ഒക്കെ ആക്കി വെട്ടിച്ചുരുക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾക്ക് മുൻ സർക്കാരിൽ കണ്ടതാണ്. അങ്ങനെ പദ്ധതി വെട്ടിച്ചുരുക്കൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. മുൻപ് ഈ സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കിയ ഒരു കാര്യം, ലീവ് സറണ്ടർ നിർത്തലാക്കിയതാണ്. അത് പുതിയ ഉത്തരവ് പ്രകാരം മാത്രമേ ലീവ് സറണ്ടർ ലഭ്യമാക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഈ ധനവകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള പൊടിക്കൈകൾ കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഈ VD സതീശൻ സർക്കാർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും വലിയ മാറ്റങ്ങൾ, വൻകിട പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ജനക്ഷേമം മുൻനിർത്തിയുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയുള്ള ഒരു ബജറ്റ് അവതരണമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ആദ്യ വലിയ പരീക്ഷണവും സാമ്പത്തികമായി വിശ്വാസ്യത തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നാളെ ഈ സമയത്ത് നമ്മൾ ഹൈഫൈ സംസാരിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ബിനിലും ചന്തു ഒക്കെ ആണെങ്കിൽ പോലും അവരിൽ നിന്ന് വിശകലനം ചെയ്യുക, എങ്ങനെയായിരുന്നു ഈ ബജറ്റിനെ എന്തൊക്കെയാണ് ഈ ബജറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു വിശകലനമാകും നമ്മൾ നാളെ ഈ സമയത്ത് നൽകുക. അപ്പോൾ